ഹായ് ഫ്രണ്ട്സ്, ടെക് ഫോർ യുവിലേക്ക് സ്വാഗതം. ഇന്ന് ഹോക്കോ EW02 എന്ന ഇയർബഡ്സ് എങ്ങനെയാണ് മൊബൈലിലേക്ക് പെയർ ചെയ്യുക, അതല്ലെങ്കിൽ മൊബൈലിലേക്ക് പെയർ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എങ്ങനെയാണ് അത് റീസെറ്റ് ചെയ്യുക എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ ഇയർബഡ് കണക്ട് ചെയ്യുന്നതിനായി ആദ്യമായി നിങ്ങൾ മൊബൈലിലെ ബ്ലൂടൂത്ത് ബട്ടൺ എനാബിൾ ചെയ്യുക. പിന്നീട് ഇയർബഡിൻ്റെ കേസ് ഓപ്പൺ ചെയ്ത് ഇയർബഡ്സ് പുറത്തെടുക്കുക. ഇയർബഡിൻ്റെ മൗത്ത് പീസ് ഭാഗത്ത് വരുന്ന പോളിത്തീൻ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് റിമൂവ് ചെയ്തില്ല എങ്കിൽ പെയറിംഗ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് റിമൂവ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വീണ്ടും നിങ്ങളുടെ ഇയർബഡ് കേസിലേക്ക് ഇയർബഡുകൾ ഇൻസർട്ട് ചെയ്ത് വയ്ക്കുക. മൊബൈലിലെ ബ്ലൂടൂത്ത് ഓണാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഇയർബഡിൻ്റെ കേസ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് സ്കാൻ ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് സെർച്ച് ലിസ്റ്റിൽ വരുന്നതാണ്. ഇങ്ങനെ വരാത്ത പക്ഷം ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഓഫായി കിടക്കുകയാണെങ്കിൽ ഓൺ ചെയ്യുക. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുക. ഇങ്ങനെ സെർച്ച് ലിസ്റ്റിൽ നിങ്ങളുടെ ഹോക്കോ EW02 എന്ന ഇയർബഡിൻ്റെ പേര് കാണുമ്പോൾ അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ കാണാം, സെർച്ച് ലിസ്റ്റിൽ EW02 എന്ന ഡിവൈസ് കാണിക്കുന്നുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് പെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസുമായി ഫോണുമായി ഇയർബഡ്സ് പെയറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചില സമയങ്ങളിൽ ഇത് പെയറിംഗ് ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇയർബഡ്സ് കേസിൽ ഇൻസർട്ട് ചെയ്ത ശേഷം ഇയർബഡ് ബോക്സിൻ്റെ പിൻഭാഗത്തുള്ള റീസെറ്റ് ബട്ടണിൽ തുടർച്ചയായി പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ 3 മുതൽ 5 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആദ്യം ഗ്രീൻ ലൈറ്റ് തെളിയുകയും പിന്നീട് വൈറ്റ് ലൈറ്റ് തെളിയുകയും അവസാനമായി റെഡ് ലൈറ്റ് തെളിയുകയും ചെയ്യും. റെഡ് ലൈറ്റ് തെളിയുമ്പോൾ അത് റീസെറ്റായി എന്ന് കൺഫേം ചെയ്യാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.